ഒരു MP ആയാൽ കിട്ടുന്ന ശമ്പളം എത്ര? അടിസ്ഥാന ശമ്പളം എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ്. 2018 ശേഷമാണ് ശമ്പളം ഇത്രയും ഉയർന്നത്. വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവ് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സർക്കാർ MP-മാരുടെ ശമ്പളം അന്ന് കൂട്ടിയത്. മണ്ഡലത്തിന്റെ അലവൻസായി കിട്ടുന്നത് 70,000 രൂപയാണ്. പ്രതിമാസം ആ തുക കിട്ടും. ലോക്സഭാ മണ്ഡലത്തിലെ ഓഫീസ് പരിപാലിക്കുന്നതിന് മറ്റു ചെലവുകൾക്കും വേണ്ടിയാണ് ഈ അലവൻസ്. ഇതിനേക്കാൾ കൂടുതൽ ചെലവാവുകയാണെങ്കിൽ MP സ്വന്തം കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരും. ഓഫീസ് ചെലവുകൾക്കായി കിട്ടുന്നത് 60,000 രൂപയാണ്. അതായത് സ്റ്റേഷനറി, ടെലികമ്മ്യൂണിക്കേഷൻ, ജീവനക്കാരുടെ ശമ്പളം, ഇതിനൊക്കെയാണ് ഈ തുക ഉപയോഗിക്കേണ്ടത്. പാർലമെന്റ് സെഷനുകളിലും കമ്മിറ്റി മീറ്റിംഗുകളിലും ഒക്കെ പങ്കെടുക്കുന്നതിനായി MP-മാർ തലസ്ഥാനത്തായിരിക്കുമ്പോൾ താമസം, ഭക്ഷണം, മറ്റു ചെലവുകൾ എന്നിവയ്ക്കായി 2,000 രൂപ പ്രതിദിന അലവൻസിനും അർഹതയുണ്ട്. ഇനി മറ്റെന്തൊക്കെ ആനുകൂല്യങ്ങൾ ലഭിക്കും എന്നതുകൂടി നോക്കാം. MP-മാർക്കും കുടുംബത്തിനും ഒക്കെയായി പ്രതിവർഷം 34 സൗജന്യ ആഭ്യന്തര വിമാനയാത്രകൾക്കാണ് അർഹതയുള്ളത്. അതായത് ഔദ്യോഗികവും വ്യക്തിപരമായ ആവശ്യങ്ങൾക്കൊക്കെ അവർക്ക് സൗജന്യ ഫസ്റ്റ് ക്ലാസ് ട്രെയിൻ യാത്രയും ഇതോടൊപ്പം ലഭിക്കും. MP-മാർക്ക് അവരുടെ നിയോജക മണ്ഡലത്തിനുള്ളിൽ റോഡ് മാർഗം യാത്ര ചെയ്യുമ്പോൾ മൈലേജ് അലവൻസും ക്ലെയിം ചെയ്യാം. ഇതൊക്കെയാണ് അനുബന്ധമായി കിട്ടുന്ന കാര്യങ്ങൾ. ഇനി MP-മാർക്ക് അവരുടെ 5 വർഷത്തെ സേവന കാലയളവിൽ പ്രധാന സ്ഥലങ്ങളിലൊക്കെ വാടകരഹിത താമസ സൗകര്യം നൽകുന്നുണ്ട്. സീനിയോറിറ്റി അനുസരിച്ചാണ് ഇതൊക്കെ കൊടുക്കുന്നത്. ബംഗ്ലാവ് അല്ലെങ്കിൽ ഫ്ളാറ്റ്, ഹോസ്റ്റൽ മുറികൾ ഇതൊക്കെയായിരിക്കും ലഭിക്കുക. ഔദ്യോഗിക വസതി വേണ്ട എന്ന് ഏതെങ്കിലും MP തീരുമാനിക്കുകയാണെങ്കിൽ അവർക്ക് പ്രതിമാസം 2 ലക്ഷം രൂപ ഭവന അലവൻസായി ക്ലെയിം ചെയ്യാം.